ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തല നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളും പുരാതന വിഗ്രഹങ്ങളും കടത്തിയതുമായി ബന്ധപ്പെട്ട ചെന്നിത്തല പുറത്തുവിട്ട വിവരങ്ങൾ കേരള രാഷ്ട്രീയത്തിലും ഭക്തജനങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കേവലം ഒരു പ്രാദേശിക മോഷണമല്ല, മറിച്ച് കോടികൾ മറിയുന്ന അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് മാഫിയയാണ് നടന്നിരിക്കുന്നത്. കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ കവർച്ചയെന്നാണ് പുതിയ വിവരങ്ങൾ. പുറത്തുവന്ന പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണപ്പാളികൾ രാജ്യാന്തര പുരാവസ്തു കരിഞ്ചന്തയിൽ ഏകദേശം 500 കോടി രൂപയ്ക്ക് വിറ്റഴിച്ചതായി ചെന്നിത്തല ആരോപിച്ചു. രാജ്യാന്തര പുരാവസ്തു കടത്തുകാരനായ സുഭാഷ് കപൂറുമായി ബന്ധപ്പെട്ട സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു. 2019-20 കാലഘട്ടത്തിൽ ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയതായി ചെന്നിത്തല വെളിപ്പെടുത്തിയ പ്രവാസി വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഇടപാടുകളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നും പണം കൈപ്പറ്റിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെന്നും വ്യവസായിയുടെ മൊഴിയിലുണ്ട്. അതുപോലെ സ്വർണ്ണക്കൊള്ളയുടെയും വിഗ്രഹക്കടത്തിന്റെയും സൂത്രധാരൻ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡി മണി എന്നയാളാണെന്ന് വെളിപ്പെടുത്തലിലുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇയാളെ SIT ഇതിനോടകം ചോദ്യം ചെയ്തു കഴിഞ്ഞു. ശബരിമലയ്ക്ക് പുറമെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും കടത്താൻ ഈ സംഘം പദ്ധതിയിട്ടിരുന്നതായും മൊഴികളിലുണ്ട്. ഏകദേശം 1000 കോടി രൂപയുടെ സ്വർണവും വിഗ്രഹങ്ങളുമാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നത്. കേസിലെ നിലവിലെ അന്വേഷണങ്ങളും നടപടികളും എന്തൊക്കെയാണ്? ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട യഥാർത്ഥ സ്വർണമാണോ എന്നതിൽ ഇപ്പോഴും സ്ഥിരീകരണമായിട്ടില്ല. അന്വേഷണം ഇപ്പോൾ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേക്കും ദുബായ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഉന്നതതല ചോദ്യം ചെയ്യലിനായി 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരോട് 2025 ഡിസംബർ 26 ഹാജരാകാൻ SIT നോട്ടീസ് നൽകിയിരുന്നു. ഇവർ ഇതിനോടകം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A പത്മകുമാർ, N വാസു എന്നിവരുൾപ്പെടെ 7 പേരെ SIT ഇതിനോടകം അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ ഗുരുതരമായ സ്തംഭനാവസ്ഥ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി കുറ്റക്കാർക്കെതിരെ വിവേചനമില്ലാതെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു. അതേസമയം ഭക്തരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തിയ ഈ സംഭവത്തിൽ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ചെന്നിത്തല ആരോപിച്ചു. കുറ്റക്കാരെ രക്ഷിക്കാൻ CPM നേതാക്കൾ ഇടപെടുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേസിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ തെളിഞ്ഞുവരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. സർക്കാർ ഈ വിഷയം രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും ചെന്നിത്തല പുറത്തുവിട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് തള്ളിക്കളയാനാവാത്ത സ്ഥിതിയിലാണ്. നിലവിൽ കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അതീവ രഹസ്യമായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അതേസമയം പ്രതികൾക്ക് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ ഈ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു.